Doberman by exhibit number 57. ഗോവയിലേക്ക് വണ്ടി കയറിയതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഗോവ ഡോഗ് ഷോ ഇന്നും നാളെയാണ് നടക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഗോവയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ സൗത്ത് സൈഡിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നല്ല രീതിയിൽ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു 2 ദിവസത്തെ ഡോഗ് ഷോയിൽ വരുന്ന ഡോഗ്സിനെയൊക്കെ ഒന്ന് കാണണം. പിന്നെ ചെന്നൈയിൽ കണ്ട ഡോഗ്സ് തന്നെ ആയിരിക്കും കൂടുതലും ഒക്കെ ഇവിടെ വരാൻ പോകുന്നത്. അതായത് ആ ബ്രീഡുകളൊക്കെ തന്നെ ആയിരിക്കും. ബട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ചിലപ്പോൾ വെറൈറ്റി ബ്രീഡുകളെയോ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡോഗ്സിൻ്റെയൊക്കെ കാര്യങ്ങളും ഡോഗ് ഷോയിലെ റിങ്ങിലെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഡോഗ് ഷോയിൽ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നും നാളെയും നമ്മുടെ ഗോവയിൽ നടക്കുന്ന ഡോഗ് ഷോ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പെറ്റ് ലവേഴ്സിനും സ്വാഗതം. 2 ദിവസത്തെ ഇവിടുത്തെ സ്റ്റേക്ക് ശേഷം ഇനി നമ്മുടെ ഡോഗ് ഷോ ആണ്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി ഏകദേശം 10 മണിയായി. ബസ്സിന് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അതിനായിട്ട് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു ബൈക്കിലൊരു ബ്രോ നിർത്തി. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ബസ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ്സിലൊക്കെ കയറി നമ്മുടെ പാൻജി ബസ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നമ്മുടെ ഒരു പൈലറ്റ് ബൈക്കിൽ കയറി നേരെ നമ്മുടെ ഷോ ഗ്രൗണ്ടിലേക്ക്. ഏകദേശം ഒരു 120 രൂപയുടെ ഓട്ടോ ഉണ്ട്. ഇവിടെ നമുക്ക് ടാക്സി ഒന്നും പിടിക്കണ്ട. ഇങ്ങനെ പൈലറ്റ് എന്ന് പറഞ്ഞ ബൈക്കിലൊക്കെ നമുക്ക് ടാക്സി പോലെ വിളിച്ചിട്ട് പോകാനായിട്ട് പറ്റും. കൊള്ളാം. ചെറിയ ചെറിയ ദൂരവും ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ പൈസയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം, ഇപ്പോൾ നല്ല ചൂട് സമയമുണ്ട്, നല്ല പൊടിയും ചൂടും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു പൈലറ്റ് ബൈക്കിൽ കയറി നമ്മുടെ ഷോ ഗ്രൗണ്ടിലേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12:30 അപ്പോൾ ഒരു ചൂട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂടും നല്ല പൊടിയും. അപ്പോൾ 2 ദിവസത്തെ കാര്യം എന്തായാലും തീരുമാനമായി. നല്ല രീതിയിൽ വെയിലും ചൂടും ഒക്കെ കൊള്ളേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിച്ച് കുറച്ചൊന്ന് എനർജി ഒന്ന് കയറ്റിയിട്ട് വേണം ഡോഗ്സിനെയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങാനായിട്ട്. എന്തായാലും അവിടെ തൊട്ടടുത്തുള്ളൊരു സ്റ്റോളിൽ കരിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കരിക്കും വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ഡോഗ്സിനെയൊക്കെ കാണാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുറേയൊക്കെ ഡോഗ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം വളരെ കുറച്ച് ഡോഗ്സൊക്കെ ഉണ്ടാവുള്ളൂ. നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നു. നാളെ ആയിരിക്കും ഒരുപാട് ഡോഗ്സ് ഉണ്ടാവുന്നത്. എന്തായാലും നമുക്ക് ഷോറിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ചുറ്റി നടന്നൊന്ന് കാണാം. കുറേ ഡോഗ്സിനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡോഗിനെയൊക്കെ നമ്മൾ ചെന്നൈയിലെ ഡോഗ് ഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സെറ്റർ എന്നാണ് ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഷോറിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുള്ളിക്കാരത്തെ അതിനെ പ്രിപ്പയർ ചെയ്ത് ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡോഗ് ബ്രീഡിനെ നമുക്ക് ചെന്നൈയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഗോവയിൽ വെച്ച് കാണാനായിട്ട് പറ്റി. ഡോഗോ ഡി ബോർഡെക്സ് എന്ന് പറയുന്ന ഫ്രഞ്ച് മാസ്റ്റിഫ് എന്നാണ് ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ പേര്. ഇവനെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ കാറിലേക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ ഓടി വന്നതാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു ജർമ്മൻ ഷെപ്പേർഡ്, അതും ഫുൾ ബ്ലാക്ക് ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡ്. വളരെ റെയറായിട്ട് ഷോയിലാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഒക്കെ വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡോഗാണ് ലോങ് കോട്ട് ഫുൾ ബ്ലാക്ക് ജർമ്മൻ ഷെപ്പേർഡ്. ഇന്ത്യയിൽ വളരെ റെയറാണ് ഈ ഒരു കളറ്. ജർമ്മൻ ഷെപ്പേർഡിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് ഒരുപാട് കണ്ടിട്ടുള്ളെങ്കിലും ഈ ഒരു ഡോഗിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര അട്രാക്റ്റീവാണ്. ഭയങ്കര എന്താ പറയുക, ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലൊക്കെ ഉള്ള ഒരു കിടിലൻ ഡോഗ്, അതും നല്ല ഹെവി സൈസിലുള്ളൊരു ഡോഗ്. ഇന്നത്തെയും നാളത്തെയും നടക്കുന്ന ഈ ഒരു ഡോഗ് ഷോയുടെ എൻട്രിയിലേക്ക് ഏകദേശം 218ഓളം ഡോഗ്സിൻ്റെ എൻട്രി ഉണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ ആബ്സെൻ്റ് ഉണ്ടാവും. എന്തായാലും നമുക്കൊരു 10-200ഓളം ഡോഗ്സിനെ കാണാനായിട്ട് പറ്റും. അതിൽ ഡിഫറെൻറ്റ് ഡോഗ് ബ്രീഡുകളൊക്കെ ഉണ്ടാവും. ഓരോ ബ്രീഡിൻ്റെ ജഡ്ജിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പക്ഷേ പുറത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരുപാട് ഡോഗ്സിനെയും ഡോഗ് ബ്രീഡുകളെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അവരെയൊക്കെ നമുക്ക് അടുത്ത് കാണാനും ഒക്കെ പറ്റും. നമ്മുടെ ഇവിടെ കുറേ ഡോഗ് ബ്രീഡുകൾ ഒരുമിച്ചുണ്ട്. ഇതേപോലെ നമുക്ക് ഷോറിങ്ങിൽ പോയാൽ കാണാനായിട്ട് പറ്റത്തില്ല. പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റുള്ളൂ. ലാബ്രഡോർ, ഗോൾഡൻ റിട്രീവർ, കെയിൻ കോർസോ, ഡോബർമാൻ, അങ്ങനെ കുറേ ബ്രീഡുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റും തൊട്ടടുത്ത്. ഡോഗ് ഷോയിൽ വരാറുള്ള ഒട്ടുമിക്ക ഡോഗ്സുകളും വളരെയധികം ഫ്രണ്ട്ലിയാണ്. അത് വലിയ ബ്രീഡാണെങ്കിലും ചെറിയ ബ്രീഡാണെങ്കിലും എല്ലാം. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു ഡോഗ്സിൻ്റെ ഓണറിൻ്റെയോ അല്ലെങ്കിൽ ഹാൻഡ്ലറിൻ്റെയോ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ആ ഡോഗ്സിനെ പോയി തൊടുകയോ അഗ്രസീവ് ആവാം. അതുകൊണ്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് പോകാതെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഈ ഡോഗ്സിനെ എല്ലാം എൻജോയ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. ഇന്നാണ് കുറച്ചും കൂടെ ഡോഗ്സ് കൂടുതലുള്ളത്. കാരണം എല്ലാ ഡോഗ്സിനെയും ഇന്നാണ് എല്ലാവരും പ്രസൻറ്റ് ചെയ്തത്. മെയിനായിട്ടുള്ള 2 ഷോറിങ്ങുകളും ഇന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ വരാത്ത കുറേ ഡോഗ്സുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നലെയുള്ള ഡോഗ്സുകളും ഉണ്ട്. അപ്പോൾ ഇന്നലത്തേക്കാട്ടിലും കുറേ ഡോഗുകളെയും കൂടെ നമുക്ക് ഇന്ന് കാണാനായിട്ട് ഒന്ന് കറങ്ങി നടന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ 2 ഷോറിങ്ങുകളിലും മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട്
ഒരുപാട് പേര് കാത്തിരിക്കുന്ന റിംഗ് എന്ന് പറയുന്നത് റോട്ട്വെയിലറിൻ്റെ റിംഗ് തന്നെയാണ്. അത് എല്ലാ ഡോഗ് ഷോയിലും കൂടുതൽ എൻട്രീസ് വരുന്നതും ഒരുപാട് ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള റിംഗ് റോട്ട്വെയിലറിൻ്റെ തന്നെയാണ്. ജർമ്മൻ ഷെപ്പേർഡും ഗ്രേറ്റ് ഡെയിനും ഒക്കെ ഉണ്ട്. അതുപോലൊരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ റോട്ട്വെയിലറിൻ്റെ റിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും ഇതുപോലുള്ള ഒരുപാട് മത്സരങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പല കെന്നൽ ക്ലബ്ബുകൾ നടത്തുന്ന മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡോഗ് ഷോകളിലൊക്കെ മിക്ക ഡോഗ് ഷോകളിലും പോയി പങ്കെടുത്ത് വിജയിക്കുന്ന ഒരുപാട് ഡോഗ്സുകളൊക്കെ ഇതേപോലെ എല്ലായിടത്തും വരാറുണ്ട്. നമ്മൾ ചെന്നൈയിൽ കണ്ട ഡോഗ്സും അല്ലെങ്കിൽ ഗോവയിൽ വരുന്നതും ഇനിയുള്ള ഡോഗ് ഷോകൾ വരുന്നതും മുന്നേ നടന്ന ഡോഗ് ഷോകളിലൊക്കെ പോയ ഡോഗ്സുകളിലൊക്കെ കുറച്ച് പേരാണ് ഈ ഡോഗ് എന്നൊക്കെ പറയുന്നത്. ഡോഗ് ഓഫ് ദി ഇയർ ആവാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോഗാണത്. ഇതേപോലെ ഒരുപാട് ഡോഗ് ബ്രീഡുകളെ കാണാമെന്ന് മാത്രമല്ല, ഇതേപോലെയുള്ള ഡോഗ് ഷോയിൽ വന്നാൽ എനിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമറിന് നമുക്ക് നല്ല ബ്രീഡുകളെയൊക്കെ വേണം അല്ലെങ്കിൽ നല്ല പപ്പീസിനെയൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ ഡോഗ് ഷോയിൽ വന്ന് വിൻ ചെയ്യുന്ന ഡോഗ്സിൻ്റെയൊക്കെ പപ്പീസിനെയും അതുപോലുള്ള കെന്നലുകളുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നല്ല പപ്പീസിനെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല വിശ്വസിക്കാവുന്ന നമുക്ക് ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡുകളെയൊക്കെ വാങ്ങിക്കാനും ചൂസ് ചെയ്യാനും അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ബ്രീഡുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഇതേപോലെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കാണുന്ന നിങ്ങൾക്കും ഇതേപോലെ ഒരുപാട് പുതിയ ഡോഗ് ബ്രീഡുകളെ കാണാനും ഒക്കെ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡോഗ് ഷോയിൽ പോയി വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ ദിവസത്തെയും ഏകദേശം ഷോ എല്ലാം കംപ്ലീറ്റ് ആവാനായി. ഇനിയിപ്പോൾ ബെസ്റ്റ് ഇൻ ഷോ വിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഈ ഒരു റിങ്ങിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാണുന്ന ഒരു ഡോഗ് ബ്രീഡിൽ നിന്ന് നമ്മുടെ ബെസ്റ്റ് ഇൻ ഷോ ആയിട്ട് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ അഫ്ഗാൻ ഹൗണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ ഷോകളിലും പോയി വിൻ ചെയ്തിട്ടുള്ളൊരു ഡോഗാണ് ആ ഒരു ഡോഗാണ് അഫ്ഗാൻ ഹൗണ്ടാണ് ബെസ്റ്റ് ഇൻ ഷോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് വന്നൊരു ഡോഗും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ ആ ഡോഗിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ബെസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയുന്ന ആ ഒരു ഡോഗ്. ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ പേര് പഷ്മി എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ബ്രീഡിൽ ഒന്നാമതെത്തിയ ഡോഗാണ് ഈ ഒരു ഡോഗ്. അത്യാവശ്യം പ്രതീക്ഷിച്ചതുപോലുള്ള ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചെന്നൈ ഷോയുടെ അത്രയും ഡോഗ്സിൻ്റെ എണ്ണം കുറവായിരുന്നേ ഉള്ളൂ. ചെന്നൈ ഷോയുടെ അത്രയും ഡോഗ്സ് കുറവായിരുന്നു. പക്ഷേ എന്തായാലും വന്നത് വെറുതെ ആയില്ല. കുറച്ച് നല്ല ഡോഗ്സിനെയും ആ ഒരു വൈബും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. ഗോവയൊക്കെ ഒന്ന് കാണാൻ പറ്റി. എന്തായാലും നമുക്ക് ഇതേപോലെ ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.